ആദ്യം എനിക്ക് നന്ദി രേഖപ്പെടുത്താതെ തിരുവനന്തപുരത്ത് തൊട്ട് എടുക്കുകയാണ് വി ശിവൻകുട്ടിയോട് നന്ദി രേഖപ്പെടുത്താതെ പറ്റില്ലല്ലോ. എഡിറ്റർ ചേട്ടോ, സുഷ്കാന്തിയുള്ള ഒരു കീർത്തനം അങ്ങ് പോടലാമോ? നമസ്കാരമുണ്ടേ. കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ പുള്ളിയാണ് ഇപ്പോൾ നിയമസഭയിലെ താരം, കോൺഗ്രസ്സുകാരുടെ കണ്ണിലുണ്ണി. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളതാണ് പറഞ്ഞത്. നിയമസഭയിൽ നടന്ന നയപ്രഖ്യാപന ചർച്ചയിൽ CPMകാരെ കൂട്ടത്തോടെ അങ്ങ് ട്രോളി, അല്ല വാരി, ഇങ്ങനെ. സാർ, സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് സഖാക്കന്മാരുടെ ഫോണുകളിൽ പോലും ഇപ്പോൾ റിംഗ് ടൂണാണ്. പിണറായി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഒരേ ഒരു സുഷ്കാന്തിയുള്ള മന്ത്രിയുണ്ടായിരുന്നു, അതാണ് V ശിവൻകുട്ടി. ആറ്റുകാൽ അമ്മച്ചിയാണ് സത്യം. ആദ്യം തന്നെ VP സജീന്ദ്രൻ ശിവൻകുട്ടിയെ അങ്ങ് ട്രോളി തുടങ്ങി, ഇങ്ങനെ. വി ശിവൻകുട്ടിയെ ലോകം അറിയപ്പെടുന്നത് അങ്ങിരിക്കുന്ന ചേംബറിൽ കയറി ആ കമ്പ്യൂട്ടറുകളും കസേരകളും എല്ലാം തല്ലിപ്പൊളിച്ച് മുണ്ട് മടക്കി കുത്തുനിന്ന് ആനന്ദ നൃത്തമാടിയ ആളാണ് വി ശിവൻകുട്ടി. അന്നാണ് ലോകമാദ്യമായി വി ശിവൻകുട്ടിയുടെ ശുഷ്കാന്തി ലോകമെമ്പാടും കണ്ടത്. കേരളത്തിലെ ഒരു MLA ലോകത്തെമ്പാടും അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തി കാണിച്ച ഒരു സമയമായിരുന്നു അന്ന്. മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി മാത്രം കാണിച്ച സിൽസില നൃത്തം മാത്രമായിരുന്നു അത്. ശുഷ്കാന്തിയുള്ള നേമത്തെ അരിവാൾ നക്ഷത്രം. അടുത്തതായി ആടി മുങ്ങി താഴുന്ന കപ്പലിലെ യാത്രക്കാരിയോടാ. അവരെക്കുറിച്ചൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയിൽ നിന്നും പരിവർത്തനം ചെയ്യപ്പെട്ട് ഉലകനായകി വീണയോടാ. ഫ്രം വെന്റിലേറ്റർ ടു ഹോം എന്നാണ് ഈ സിനിമയുടെ ഇതിവൃത്തമായിട്ടുള്ളത്. കാരണം ലോകത്താദ്യമായി വെന്റിലേറ്ററിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയ ആദ്യത്തെ ആളാണ്. ട്രംപിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വീണ ചെയ്തത്. നായകി, ഉലകനായകി വീണ. ട്രംപിന് പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഏതായാലും അവരെ അഭിനയിക്കാൻ കിട്ടിയാൽ ആ പടത്തിന് അവാർഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർന്നു, സമയം കഴിഞ്ഞു. 2 മിനിറ്റോളം കൂടുതലായി, 2 മിനിറ്റിലധികം കൂടുതലായി. 2 മിനിറ്റും കൂടി കൊടുക്കണ്ടേ സ്പീക്കർ സാറേ? ഒരുപാടുണ്ടല്ലോ സമയം. ഞങ്ങളെ ഇട്ട് 10 കൊല്ലം വട്ടം കറക്കിപ്പിച്ചതല്ലേ, കൊടുക്കട്ടെ 2 എണ്ണം. അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ MLA ആയ എറണാകുളം നിയോജകമണ്ഡലത്തിലെ P രാജീവിനെ കുറിച്ച്. അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. CPM ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനുള്ള പ്രധാന കാരണം 2 അവതാരങ്ങളാണ്. അത് ഇവയൊക്കെയാണ്. 1 MV ഗോവിന്ദൻ, 2 P രാജീവ്. എന്തു പറയുന്നോ എന്തോ, ദൈവത്തിന് തന്നെ അറിയാം. കടവിളേ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളതാണ് പറഞ്ഞത്. തോൽവിയുടെ കാരണം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പതിവ് പോലെ വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണിതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. തോൽവിയുടെ കാരണം. അപ്പൊ വീണ്ടും പത്രക്കാർ ചോദിച്ചു ആ കളമശ്ശേരിയിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിന്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടേ പറയാൻ. സാർ, ഇദ്ദേഹം ജയിച്ചു വന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? അങ്ങ് പിന്നെ ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ചതെല്ലാം മനസ്സിലാക്കിയതൊക്കെ പോയാലും, പക്ഷെ എഴുതാനിരിക്കുന്ന ആ പിള്ളേരെന്ത് ചെയ്യുമായിരുന്നു സാർ?
അവർക്ക് വൈകിട്ട് ഇത് എഴുതി കൊടുത്തില്ല, അങ്ങ് അവരെ പുറത്താക്കില്ലേ? അവൻ വേലായുധനല്ലേ ഏട്ടാ, സാക്ഷാൽ വേലായുധൻ. എന്നിട്ട് ആ വേലായുധൻ എവിടെ? ഒരു നല്ല കീർത്തനം അങ്ങോട്ട് വായിച്ചേ. എന്ത് കീർത്തനം വായിക്കണ്ടേ? എന്ത് കീർത്തന വായിക്കണ്ടേന്ന് അവരോട് ഡിങ്കിരി ഡിങ്കാലെ വായിക്കാൻ പറ, അതപ്പൊ നല്ലത്.